സമീപിച്ച ഇവിടുത്തെ പോലീസ് യുവമോർച്ചക്കെതിരെ മൃഗീയമായ ആക്രമണിച്ചുകൊടുക്കുകയാണ്. ഇവിടുത്തെ കാക്കിയിട്ട കുട്ടി സഖാക്കളായ പോലീസുകാരാണ് യുവമോർച്ച പറയുന്നത്. അടിച്ചാൽ തിരിച്ചടിക്കാൻ അറിയാവുന്ന പ്രസ്ഥാനമാണ് യുവമോർച്ച. അതുകൊണ്ട് നിങ്ങളുടെ പോലീസിന്റെ ലാത്തി ചാർജ് യുവമോർച്ചയുടെ പേരിലും BJP പ്രവർത്തകരുടെ പേരിലും എടുത്തു കഴിഞ്ഞാൽ തെരുവിലായിരിക്കും യുവമോർച്ച നിങ്ങളെ കളികളാക്കുന്നത്. വണ്ടി വരുന്നു. ഇതിനെന്താ പറ്റി? പോലീസ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തൊട്ട് പോലീസ് കൃത്യമായിട്ട് സമരം ചെയ്ത പ്രവർത്തകരുടെ മുഖം നോക്കിക്കൊണ്ട് പോലീസ് കൃത്യമായിട്ട് നടത്തിയ വെറും നരനായാട്ടാണ് പോലീസ് നടത്തിയത്. ഇവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് കൃത്യമായിട്ട് ആദ്യം മുതൽ തന്നെ ആളുടെ മുഖം നോക്കിക്കൊണ്ട് യുവമോർച്ച പ്രവർത്തകരുടെ പുറയിൽ തന്നെ കൂടിക്കൊണ്ട് വളരെ മോശമായിട്ട് ലാത്തി കൊണ്ട് കുത്തുകയും കാലിന്റെ വിരൽ പോലീസ് ജീപ്പിന്റെ ടയർ കയറ്റി വിരലും നിങ്ങൾ കണ്ടാൽ മനസ്സിലായി. ചെറുവിരലിന് പൊട്ടലുണ്ട്, ഒടിവുണ്ട്, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അത് കൃത്യമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് യുവമോർച്ച പ്രവർത്തകരെ നോക്കിക്കൊണ്ട് നടത്തിയ പോലീസിന്റെ നരനായിട്ടാണ് ഇത്. ഷാഫി പറമ്പിലിനെയും ഇതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ഒത്തുകളിയാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിമിഷം വരെയായിട്ട് MLA സ്ഥാനം രാജിവെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാർ പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഇത് UDF ഇന്ന് VD സതീശൻ പറഞ്ഞു അദ്ദേഹം കോൺഗ്രസ് UDFകാരനല്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് സമരം നടത്തിയില്ല? ഇരട്ടത്താപ്പ് നയമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA സ്ഥാനം രാജിവെക്കുന്നിടം വരെ ഭാരതീയ ജനതാ യുവമോർച്ചയുടെ ശക്തമായ സമരം ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രമല്ല കേരളമെമ്പാടും ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പാണ് നടക്കുന്നത്. നിങ്ങൾക്ക് വണ്ടി കയറ്റി കൊല്ലാം, നിങ്ങൾക്ക് എൻ്റെ കാലേ കൂടെ വണ്ടി കയറ്റി കൊല്ലാം, നിങ്ങൾക്ക് എൻ്റെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റി കൊല്ലാം. സമര പോരാട്ടം, സമര വീര്യം ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല എന്ന് രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ VD സതീശൻ ഷാഫി പറമ്പിൽ ഓർത്തോളണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. യുവമോർച്ച പ്രവർത്തകർ അവരുടെ ഈ കോടതിക്ക് സമീപം, അതായത് മജിസ്ട്രേറ്റിന്റെ വീടിന് സമീപം മാങ്കൂട്ടത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ വലിയ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് തള്ളി നീക്കിയപ്പോൾ അവർക്ക് പരിക്ക് പറ്റി. അവരുടെ കാലിൽ കൂടി പോലീസ് ജീപ്പടക്കം കയറിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അഭിഭാഷകൻ not grant bail in this case. Sessions of. Therefore, she posted the bail application for hearing tomorrow. So, and our charge magistrate ആണ്. Tomorrow the jurisdictional magistrate will hear the bail application. അല്ല, ഈ അറസ്റ്റിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അങ്ങ് പറയുന്നതിന്റെ കാരണം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേസിനകത്ത് ബെയിൽ കിട്ടിയിട്ടുണ്ട്, ആന്റിസിപ്പേറ്ററി ബെയിൽ റിഗാർഡിംഗ് ദാറ്റ് ബാംഗ്ലൂർ കേസ്. ഓക്കെ, ദ അതർ വൺ അവിടെ ബെയിൽ ഡിനേ ചെയ്തു ട്രിവാൻഡ്രം സെഷൻസ് കോർട്ടിൽ. അത് ഹൈക്കോർട്ടിൽ അത് അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. ബെയിൽ കിട്ടിയ കേസിനകത്തും അറസ്റ്റ് തടഞ്ഞ കേസിനകത്ത് ഹീസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ സൂപ്പർവിഷൻ ഓഫ് ദി പോലീസ്. അപ്പം മറ്റേതിനകത്ത് കണ്ടീഷൻസ് ഉണ്ട്. ഏത് പോലീസിന് മുമ്പ് ഹാജരാവണമെന്നുള്ള കണ്ടീഷൻസ് ഉണ്ട്. He has already given several messages to the DYSP as well as to Poongadali, the DIG, that please specify the time and place. I will come and appear. And Poongadali has replied stating that we will inform you. I have the mobile shots with me. Let it be the third case or the fourth case or the 100th case. He can be asked to appear. If he does not appear, get the other two bail cancelled. അതുപോലെ അപ്പം പിന്നെ 3 കേസിനകത്ത് അത് പോകത്തില്ലേ? അതല്ലേ സാധാരണ ചെയ്യുക. സാമ്പത്തിക ചൂഷണത്തിന്റെ ഒരു പരാതി കൂടി ഈ ഒരു കേസിലുണ്ട്. ഏത് കേസിനകത്ത് എന്നാര് പറയുന്നു? ഞാൻ ഐ ഹാവ് നോട്ട് സ്റ്റഡി ദ റെക്കോർഡ്സ്. കോപ്പി കണ്ടോ? താങ്കൾ കണ്ടോ? ഐ ഗോട്ട് ദ കോപ്പി ഓഫ് ദ റിമാൻഡ് റിപ്പോർട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ല ശരിക്കും. ലെറ്റ് മീ റീഡ് ഇറ്റ്. അങ്ങനെ എന്തെങ്കിലും 376. ഓക്കേ ഓക്കേ 376. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വലിയ രാഹുലിനെതിരെയുള്ള FIR-ൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്. അദ്ദേഹം വീണ്ടും പ്രതികരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. 2024 January. Date I think it is 24/1. 2024 നടന്നെന്നാണ് പറയുന്നത്. ഈ ഹാബിച്വൽ ഒഫൻഡർ എന്നുള്ള കാര്യമാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. How can you say it is an offense? You are a young man. A lady calls you to your room. പോലീസ് പറഞ്ഞേക്കുന്നതാണ്. പോലീസിന്റെ Police can case so many things. പോലീസ് പറയുന്നതാണ് നിയമമെങ്കിൽ പിന്നെ എത്രയോ പേര് ജയിലിൽ കിടക്കണം. ഇനിയിപ്പോൾ ഹൈക്കോടതിയിൽ അടുത്ത് ജാമ്യ ഹർജി വീണ്ടും വാദം കേൾക്കുന്നത് അതിലൊരു തിരിച്ചടിയാകുമെന്ന് തോന്നുന്നു. അറസ്റ്റ് ഹൈക്കോടതിയിൽ ശശിശങ്കറെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. മറ്റേതിൻ്റെ റിപ്പോർട്ട് രാഹുലിൻ്റെ അറസ്റ്റ് ഇനി വരുന്നുണ്ടോ? ഓ, ദാറ്റ് ഈസ് അണ്ടർ, അത് എംബ്രിയോയിലാണല്ലേ? ഓക്കെ റൈറ്റ്, താങ്ക് യു. റൈറ്റ്, ഓക്കെ. പറഞ്ഞോളാം. ഓക്കെ.
എന്താ പറഞ്ഞേ? ജാമ്യ ഹർജി വരുന്നുണ്ട്, അപ്പോൾ ഇതൊരു തിരിച്ചടിയായിട്ട് പോകുന്നുണ്ട് അടുത്ത ആഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ. ഏത് കേസിനകത്ത്? അറസ്റ്റ് എന്തിനാ? വൈ ഷുഡ് എ പേഴ്സൺ ബി അറസ്റ്റഡ് ഇഫ് ഈസ് അവൈലബിൾ ഫോർ ഇൻട്രോഗേഷൻ? പക്ഷെ കഴിഞ്ഞ 2 കേസുകളിൽ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം ഒളിവിൽ പോയെന്ന് ആരാ പറഞ്ഞേ? വെൻ എ പേഴ്സൺ ഫൈൽസ് ആൻ ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷൻ ബിഫോർ ഹൈ കോർട്ട്, വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇറ്റ് മീൻസ് യു ആർ സബ്ജക്റ്റിംഗ് യുവർ സെൽഫ് ടു ദ കസ്റ്റഡി ഓഫ് ദ കോർട്ട്. ആണോ അല്ലേ? ദെൻ ഹൗ ക്യാൻ യു സേ ദാറ്റ് അയാൾ ഒളിവിൽ പോയെന്ന്? ഞാൻ കോടതിയിലൊരു എന്നെ കള്ള പരാതിയുടെ പേരിൽ എന്നെ പോലീസ് പിന്തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. കോടതി പറയുന്ന ഏത് നിർദ്ദേശത്തിലും ഞാൻ അനുസരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഞാൻ കോടതിയിലൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഐ ആം അബ്സ്കോണ്ടിങ്? അതെങ്ങനെ ശരിയാവുക? ഇറ്റ്സ് നോട്ട് അബ്സ്കോണ്ടിങ്. അതൊക്കെ നമ്മൾ പറയുന്ന നമ്മൾ കോയിൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളല്ലേ. ഇറ്റ്സ് നോട്ട് അബ്സ്കോണ്ടിങ്. ഈസ് എ പേഴ്സൺ ഹു ഈസ് അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. കാരണമെന്നറിയോ? വെൻ യു ഫയൽ ആൻ ആപ്ലിക്കേഷൻ ഫോർ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ, ഈവൻ ദ കോർട്ട് ക്യാൻ പാസ് ആൻ ഓർഡർ ഡയറക്റ്റിംഗ് യു ടു അപ്പിയർ. പറ്റൂലേ? ഓപ്പൺ കോർട്ടിലായിരിക്കും ജാമ്യ ഹർജി ഇനിയിപ്പോൾ വാദം കേൾക്കുക. ഏതിൻ്റെയാ ഈ കേസിലെ? അതന്നെ അങ്ങനെ ചോദിച്ചേ? ബിക്കോസ് വാട്ട് ഹാപ്പൻ ഇൻ ട്രിവാൻഡ്രം അല്ലേ? അത് നിങ്ങളെ പേടിച്ചല്ലേ ചെയ്തത്? സഹകരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഏതാ? ചോദ്യം ചെയ്യലിനോടൊന്നും സഹകരിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എങ്ങനെ സഹകരിക്കണമെന്ന് പറയുന്നത്? അതെങ്ങനെ? ഇന്നിപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിനോടൊപ്പം പുള്ളിയൊക്കെ മെഡിക്കൽ എക്സാമിനേഷൻ കൊണ്ടുപോയി പൊട്ടൻസി ടെസ്റ്റ് നടത്തി. അപ്പം പുള്ളി സമ്മതിക്കാതെ പുള്ളിയുടെ പൊട്ടൻസി ടെസ്റ്റ് നടത്താൻ പറ്റുമോ? ചെയ്തു. അതെ, അത് ചെയ്തില്ലേ? അപ്പം പിന്നെ എങ്ങനെ സഹകരിച്ചില്ല എന്ന് പറയും? പൊട്ടൻസി ടെസ്റ്റ് നടത്തിയില്ലേ? കൊടുത്തു. ടുമോറോ ഇറ്റ് വിൽ കം അപ്പ് ടുമോറോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് അജിത് കുമാർ. ശാസ്തമംഗലം അജിത്ത്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 14 ദിവസത്തേക്ക് റിമാൻഡിലായിരിക്കുന്നു. 3-ാം ബലാത്സംഗ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്നാണ് നടപടി. പത്തനംതിട്ട സ്വദേശിയാണ് പരാതിക്കാരി. പത്തനംതിട്ട AR ക്യാമ്പിൽ G പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ രാഹുലിനെ ചോദ്യം ചെയ്തപ്പോൾ രാഹുൽ കുറ്റം സമ്മതിച്ചു. അതേസമയം പെൺകുട്ടി പറയുന്ന പരാതിയിലെ കാര്യങ്ങളല്ല രാഹുൽ സമ്മതിച്ചിരിക്കുന്നത്. രാഹുൽ പറയുന്നത് അത് ഉഭയകക്ഷി സമ്മതപ്രകാരം നടന്നൊരു ലൈംഗിക ബന്ധമാണ്, ഇരു കക്ഷികളും താല്പര്യത്തോടെ ചെയ്തത് എന്നാണ്. എന്നാൽ ഗർഭചിത്രം നടത്തിയോ എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ രാഹുലിന്റെ മിണ്ടാട്ടമില്ല. ഈ 3-ാമത്തെ അതിജീവിതയുടെ പരാതിയിൽ ഗുരുതര പരാമർശങ്ങളാണ് ഉള്ളത്. ഒപ്പം ഈ FIR-ിലൊക്കെയുള്ള പരാമർശങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. അതായത് ചൂരൽമലയിലെ ഫണ്ട് പിരിവൊക്കെ ഈ പീഡനത്തിന് മറയാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ നടന്ന അടക്കമുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് MLA സ്ഥാനം എന്ന പ്രിവിലേജ് എല്ലാ തരത്തിലും രാഹുൽ ദുരുപയോഗിച്ചു എന്ന വിവരം തന്നെയാണ് പുറത്തു വരുന്നത്. സ്ത്രീകളെ തന്റെ വലയിലാക്കി അതിക്രൂരമായി പീഡിപ്പിക്കുക, ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടുക, കുഞ്ഞ് വേണമെന്ന് ആവശ്യപ്പെടുക, ഗർഭിണിയായതിനു ശേഷം ആ കുഞ്ഞിനെ നിർബന്ധിപ്പിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കുക, അതിനുശേഷം വീണ്ടും അവരെ ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യുക. ഈ 3-ാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികമായും ആ പെൺകുട്ടിയെ സമീപിച്ചിരുന്നു. സാമ്പത്തികമായ ഒരു ചൂഷണം കൂടി ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഇപ്പോൾ ഗോകുൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ രാഹുലിന്റെ അഭിഭാഷകൻ കുറെ അധികം കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയല്ലോ. രാഹുൽ അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്നതൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ പരിശോധനയിൽ, വൈദ്യ പരിശോധനയിൽ അടക്കം രാഹുലിൽ നിന്നും DNA സാമ്പിളൊക്കെ പരിശോധിച്ചു എന്ന വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഈ ഘട്ടത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങളാണോ ഗോകുൽ? നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്താണ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് അറസ്റ്റിൻ്റെ കാര്യമേ ഇല്ല, അറസ്റ്റ് ഈ ഘട്ടത്തിൽ ഒട്ടും അനിവാര്യമല്ലാത്ത കാര്യമാണ്. കാരണം പ്രതി അന്വേഷണത്തോട്, അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി അന്വേഷണത്തോട് കൂടുതൽ സഹകരിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്ന ഒരു വ്യക്തി കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ തിടുക്കപ്പെട്ട ഒരു അറസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശാസ്തമംഗലം അജിത്ത് മാധ്യമങ്ങളോട് പറയുന്നത്. അതുമാത്രമല്ല, ഈ പ്രതി അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്നും വൈദ്യപരിശോധനയ്ക്കടക്കം, അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ DNA പോലെയുള്ള പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് സഹകരിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് മാത്രമല്ല, ഈ കേസിൽ ജാമ്യാപേക്ഷയ്ക്ക് ഇപ്പോൾ നീങ്ങി കഴിച്ചിട്ടുണ്ട്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകർ അവർ ഇന്ന് അപേക്ഷ നൽകി നാളെ അത് പരിഗണിക്കുമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ആദ്യഘട്ടത്തിൽ കോടതിയിൽ ഈ കേസ് പരിഗണിച്ച വേളയിൽ കൃത്യമായിട്ട് പ്രതി ജാമ്യത്തിന് അർഹനല്ല എന്നുള്ളൊരു നിലപാട് പത്തനംതിട്ട ജില്ലാ മജിസ്ട്രേറ്റ് 2
അഞ്ജലി ദേവി കൃത്യമായിട്ട് നിലപാടെടുത്തു. രാഹുൽ കൃത്യമായിട്ട് ജയിലിലേക്ക് തന്നെ പോകേണ്ട സാഹചര്യമാണ് ഈ ഘട്ടത്തിലുള്ളതെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. 14 ദിവസത്തെ റിമാൻഡിലാണ് വിട്ടിരിക്കുന്നത്. ഒപ്പം കൃത്യമായിട്ട് രാവിലെ മുതൽ നടന്നിട്ടുള്ള ചോദ്യം ചെയ്യലിലെ വിവരങ്ങളടക്കം രാഹുലിൻ്റെ മറുപടിയും അതോടൊപ്പം തന്നെ പല ചോദ്യങ്ങൾക്കും ഉണ്ടായിരുന്ന നിശബ്ദമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരണം അല്ലെങ്കിൽ മറുപടി ഇല്ലായ്മയും ഒക്കെ കൃത്യമായിട്ട് കോടതിയിൽ ധരിപ്പിക്കുന്നതിനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതി ഈ ഘട്ടത്തിൽ ജാമ്യത്തിനോ അല്ലെങ്കിൽ ശിക്ഷ ഇളവിനോ അനുമതി നൽകുകയാണെങ്കിൽ അത് പ്രതി രക്ഷപ്പെടുന്നതിനടക്കം സ്ഥലം വിടുന്നതിനടക്കം ഇടവെക്കും. അതുകൊണ്ട് തന്നെ റിമാൻഡ് അനിവാര്യമാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷൻ്റെ ആവശ്യപ്രകാരം പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടിരിക്കുന്നത്. മാവേലിക്കര സബ് ജയിലിലേക്കാണ് രാഹുലിനെ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസം തന്നെ അന്വേഷണ സംഘം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ട് തുടർ നടപടികൾക്ക് വിധേയമാക്കും. പ്രത്യേകിച്ച് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകളുടെ അടക്കം കണ്ടെടുക്കൽ ആവശ്യമുണ്ട്. രാഹുലിൻ്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ള ഡിജിറ്റൽ ഉപകരണങ്ങൾ അതിൻ്റെ പരിശോധനകളടക്കം നടത്തേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരി നൽകിയിട്ടുള്ള തെളിവുകൾ കൃത്യമായിട്ട് അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ആ തെളിവുകൾ രാഹുലിനെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്യൽ നടന്നത്. ഡിജിറ്റൽ തെളിവുകളും അതോടൊപ്പം തന്നെ ഈ ആരോഗ്യ രേഖകളും ഒക്കെ തന്നെ രാഹുലിനെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇതിലെന്താണ് അഭിപ്രായം എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യൽ രാവിലെ മുതൽ ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടന്നത്. പക്ഷേ അതിനൊന്നും തന്നെ രാഹുൽ കൃത്യമായിട്ട് മറുപടി പറഞ്ഞില്ല. തനിക്കൊന്നും അറിയില്ല എന്നുള്ള ആദ്യഘട്ടം മുതലുള്ള ആ ഒരു മറുപടി തന്നെയാണ്. അല്ലെങ്കിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അഭിഭാഷകൻ മുഖേന കോടതിയിൽ പറഞ്ഞോളാം എന്നുള്ളൊരു നിലപാടും നടപടിയും മാത്രമാണ് രാഹുലിൻ്റെ ഭാഗത്തു നിന്നും 5 മണിക്കൂറോളം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിലുടനീളം ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും കേസിൻ്റെ ഗുരുതര സ്വഭാവം പരിഗണിച്ചുകൊണ്ട് രാഹുൽ ശിക്ഷ ഇളവിന് അർഹനല്ല എന്നുള്ളൊരു നിലപാട് കോടതി എടുത്തിരിക്കുകയാണ്. പ്രധാനമായിട്ടും ഈ ഗർഭഛിദ്രം അതോടൊപ്പം തന്നെ ഈ ലൈംഗിക പീഡനം കൂടാതെ സാമ്പത്തികമായിട്ടുള്ള തട്ടിപ്പുകൾ കൂടി സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൂടി അതായത് നിയമവിരുദ്ധമല്ലാത്ത ഇടപാടുകൾ കൂടി രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അന്വേഷണ സംഘം കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല രാഹുലിൻ്റെ ഈ മുമ്പുണ്ടായിരുന്ന 2 കേസുകളിലും സമാനമായിട്ടുള്ള സ്വഭാവം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അവിടെയും യുവതികളെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുകയും ശാരീരിക ഉപദ്രവം ചെയ്യുകയും അതോടൊപ്പം തന്നെ അതിനുശേഷം ഗർഭമുണ്ടാക്കി ആ ഗർഭത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ഗോകുൽ അതിക്രൂരമായ പീഡനം അത് തന്നെയാണ് പറയേണ്ടത്. അതിനുശേഷവും ആ യുവതികളെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിയമസഭാ സാമാജികൻ ചൂഷണം ചെയ്തു. ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ട അതേ നിയമസഭാ സാമാജികനാണ് ഈ പെൺകുട്ടികളെ ചൂഷണം ചെയ്തിരിക്കുന്നത്.